അപ്പൊ വെയിറ്റ് ലോസ് ആണേലും വെയിറ്റ് ഗെയിൻ ആണേലും ഞങ്ങൾ ഉണ്ടാകും കൂടെ അത് ജെനുവിൻ ആയിട്ടുള്ള നല്ല നല്ല റിസൾട്ടുകളായിട്ട്. അപ്പൊ നമ്മുടെ വെയിറ്റ് ലോസിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഒന്ന് ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാം? എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറാണ് നമ്മുടെ ഈ സ്മൂത്തി. അതായത് രാവിലെ കഴിച്ചുകൊണ്ടിരുന്ന ഇഡലി, ദോശ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം കുറച്ച് നാളത്തേക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിലോട്ട് വരും. ഇത് റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിൽ വന്ന് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ, അതായത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ബാക്കി കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും സംശയമാണ് നിർത്തി കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് കൂടുവോ, അതായത് പല പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വെയിറ്റ് നമ്മൾ നിർത്തി കഴിയുമ്പോൾ അതേപോലെ ഇപ്പൊ എല്ലാവരും ഇഞ്ചക്ഷന്റെ പറയാ, അത് അതിലേറെ റിസ്ക് ഉള്ള കാര്യം. അത് കറക്റ്റ് ആയിട്ടും ഒരിക്കലും കുറഞ്ഞ വെയിറ്റ് കൂടത്തില്ല, അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം. അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന കാലറിയിൽ വരുന്ന വ്യത്യാസമാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ സഡൻ ആയിട്ടുള്ള വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് യാതൊരുവിധ കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല. ഇത് വരുന്നത് നമ്മുടെ എന്താ പറയുക നട്ട്സിന്റെ പൗഡറാണ്. ഈ കിടക്കുന്ന വറുത്ത് പൊടിച്ച് വരുന്ന ഈ പൗഡറാണ് നിങ്ങളിൽ മാറ്റങ്ങൾ, അതായത് കാലറി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറാണ് നമ്മുടെ ഈ സ്മൂത്തിയുടെ പൗഡർ. അപ്പം നമ്മൾ ഡെയിലി കഴിക്കുന്ന ആ ഒരു കാലറിയിൽ വ്യത്യാസം, നമ്മൾ 3 നേരം അരിയാഹാരം അല്ലെ ആ ഒരു രീതിയിലുള്ള ഭക്ഷണ രീതിയിലാണ് വ്യത്യാസം വരുത്തുന്നത്. ഡയറ്റ് ചാർട്ട് ഉണ്ടാവും. PCODക്കൊക്കെ മാറ്റം വരുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസ് ആണ്. അത് ഉറപ്പായും ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തിയാൽ അത് എങ്ങനെ തനിയെ ഡയറ്റ് ചെയ്ത് ക്രാഷ് ഡയറ്റ് എടുത്ത് PCODക്കാരൊക്കെ തളർന്നു പോവുകയും മടുത്തു പോവുകയാണ് ഡയറ്റ്. പക്ഷെ നമ്മുടെ അതിനകത്ത് അങ്ങനെയല്ല, എൻജോയ് ചെയ്ത് തന്നെ നമ്മുടെ ഡയറ്റ് ചെയ്യും. പല പല ബുദ്ധിമുട്ടുകൾക്കാണല്ലേ. അതെ, അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 1 കിലോ വെയിറ്റ് ആണെങ്കിലും കുറച്ചത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100 ഗ്രാം പോലും കൂടത്തില്ല, അത് ഉറപ്പാണ്. അത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് കുറച്ചാൽ, അതായത് ക്രാഷ് ഡയറ്റും പെട്ടെന്നുള്ള നമ്മൾ പട്ടിണി കിടന്നുള്ള വെയിറ്റ് കുറക്കലല്ല, കൃത്യമായ അളവിൽ ഭക്ഷണം കഴിച്ച് കൃത്യമായ പ്രോട്ടീനും കാര്യങ്ങളും കഴിച്ച് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത്, ഞാനിപ്പോൾ എന്താ പറയുക എൻ്റെ വെയിറ്റ് 40 കിലോയ്ക്ക് മുകളിൽ ഞാൻ കുറച്ചിട്ട് ഇപ്പോൾ വർക്കൗട്ട് പോലും ചെയ്യാൻ എൻ്റെ തിരക്ക് കാരണം ഞാൻ വർക്കൗട്ട് പോലും ചെയ്യാതെയാണ് ഫുഡിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എനിക്ക് വെയിറ്റ് ഇപ്പോഴും കുറയുന്നേ ഉള്ളൂ. മാഷാ അല്ലാഹ്, ഞാൻ ദേ ഐഡിയൽ വെയിറ്റിലോട്ട് എത്താനായിട്ട് വളരെ വളരെ ചുരുക്ക സമയം കൂടി. അപ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയും ആ ഒരു പഴയ രീതിയിലോട്ട് നേരെ ചാടി ഐസ്ക്രീമിലോട്ടും മധുരത്തിലോട്ടും. ഇപ്പോൾ നമ്മൾ മനുഷ്യരാണ്, കഴിക്കാനൊക്കെ ക്രേവിങ്സ് തോന്നും, നമുക്ക് കഴിക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഡയറ്റ് ബ്രേക്ക് ചെയ്താൽ നാളെ നമ്മുടെ ആ ഡയറ്റ് സർക്കിളിലോട്ട് വരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ നിൽക്കാവുള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയാൽ നമ്മൾ പിന്നെ നമ്മുടെ അൺകൺട്രോളബിൾ ആയിട്ട് നമ്മുടെ ഭക്ഷണങ്ങള് വീക്ക്ലി വൺസ് അല്ലെ മന്ത്ലി ട്വൈസ് ഒക്കെ എടുക്കാം. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഡയറ്റ് ബാച്ചിൽ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത്. അപ്പൊ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ PCODക്കാർ ആയിക്കോട്ടെ, തൈറോയിഡ് ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഷുഗറുകാർ ഉൾപ്പെടെ ഒത്തിരി നല്ല രീതിയിലുള്ള റിസൾട്ടുകളുമായിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പം ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ആണേലും വെയിറ്റ് ഗെയിൻ ആണേലും ഞങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം. തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ നിങ്ങളിൽ വരുത്തുന്നത് അതേപോലത്തെ മാറ്റങ്ങളായിരിക്കും. അപ്പം ഓർഡർ ആക്കാൻ മറക്കണ്ട. ലേഡീസ് ഓൺലി ആണ്, വാട്സപ്പ് ഓൺലി, മെസ്സേജസ് മാത്രമാണ്, കോൾ ആരും വിളിക്കാൻ ശ്രമിക്കേണ്ട. പറ്റാ.